മഴ തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സ്റ്റാൻലി ജോസഫിന്റെ കുളത്തുപുഴയിലെ ആ വലിയ ബംഗ്ലാവിന്റെ ഗേറ്റ് കടക്കുമ്പോൾ അലീനയുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ഭയം നിറഞ്ഞു നിന്നു. കൂടെയുള്ളത് സ്വന്തം അപ്പനാണെന്നുള്ള സത്യം എപ്പോഴും ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ബാലേന്ദ്ര മേനോൻ സർ മുൻകൈ എടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ആദ്യം ഒന്ന് എതിർത്തുവെങ്കിലും പിന്നീട് സ്വന്തം ചോരയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് സാൻലി അവളെ ഏറ്റെടുക്കാൻ തന്നെ തയ്യാറാവുമായിരുന്നു. പക്ഷേ ആ വീട്ടിലേക്കുള്ള അലീനയുടെ വരവ് അവിടെയുള്ള പലർക്കും ഒരു ഇടിത്തീ പോലെയാണ്. വലിയൊരു സാമ്രാജ്യമാണ് സ്റ്റാൻലിയുടേത്. ആ സ്വത്തുക്കൾക്ക് മേൽ കണ്ണു നട്ട് കഴിയുന്ന ഒരുപാട് പേര് അവിടെയുണ്ട്. സ്റ്റാൻലിയുടെ പെങ്ങൾ, അവരുടെ കുടുംബം, ചില അടുത്ത സുഹൃത്തുക്കൾ, എന്തിന് വീട്ടുവേലക്കാർ വരെ ആ വലിയ സ്വത്തിൻ്റെ അവകാശികളാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടേക്കാണ് സ്റ്റാൻലിയുടെ ഏക മകൾ എന്ന അവകാശത്തോടു കൂടെ അലീന വണ്ടി ഇറങ്ങുന്നത്. വണ്ടി പോർച്ചിലേക്ക് വന്നു നിന്നപ്പോൾ തന്നെ ഉമ്മർത്ത് നിൽക്കുന്നവരുടെ മുഖം നീരസം അലീന ശ്രദ്ധിച്ചു. ആരും അവളെ സ്വാഗതം ചെയ്യാനൊന്നും നിന്നില്ല. അവളുടെ കണ്ണുകളിൽ പകയായിരുന്നു. ആ സ്വത്തുക്കൾ മുഴുവൻ ഒറ്റക്ക് കൊണ്ടുപോകാൻ വന്നവളാണ് അലീന എന്ന ചിന്ത അവരെയൊക്കെ അലട്ടിയിരുന്നു. എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ ഇവിടെ നിന്നും പറഞ്ഞു വിടണം, അല്ലെങ്കിൽ എന്നേക്കുമായിട്ടങ്ങ് ഇല്ലാതാക്കണം. അവരുടെ ഉള്ളിരിപ്പ് ആ നോട്ടങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. ചുറ്റും ശത്രുക്കളെ മാത്രം വെച്ചുകൊണ്ട് തന്നെ ആ വലിയ വീട്ടിൽ അലീന തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു. ഇതേ സമയം കടപ്പാട്ടൂര് വീട്ടിലാണെങ്കിൽ ഒരു യുദ്ധം തന്നെ നടക്കുമായിരുന്നു. വീടാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. 2 ദിവസത്തെ അവധി ചോദിച്ച് വീട്ടിൽ പോയ ഹോം നേഴ്സ് 3 ദിവസം കഴിഞ്ഞിട്ടും തിരികെ വന്നിട്ടില്ല. അലീന പോയതിനു ശേഷം ആ വീട്ടിലെ ചിട്ടകളെല്ലാം തന്നെ തെറ്റിയിരിക്കുന്നു. ബബിതയുടെ മുറിയുടെ വാതിൽ വന്ന് നിൽക്കുകയാണ് വൈജയന്തി. ഉള്ളിൽ കസേരയിലിരുന്ന് മുടിയിലിങ്ങനെ വിരലിട്ട് ചുറ്റി എന്തോ അങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു ബബിത. മുന്നിൽ മേശപ്പുറത്ത് ഒരു പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ അതിലായിരുന്നില്ല. കുറേ നേരമായി എന്തൊക്കെയോ നോക്കി നിൽക്കുന്ന വൈജയന്തിയുടെ നിയന്ത്രണം വിട്ടു. നീ ഇത് പഠിക്കുവാണോ അതോ സ്വപ്നം കാണുവാണോ? വൈജയന്തിയുടെ ശബ്ദം കേട്ട് ബബിത മെല്ലെ തല തിരിച്ചു നോക്കി. ഞാൻ കുറച്ചു നേരമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു. നീ ആ പുസ്തകത്തിലേക്ക് നോക്കുന്നു പോലുമില്ലല്ലോ. പിന്നെ ആരെ കാണിക്കാനാ അതിങ്ങനെ തുലർന്നു മലർത്തി വെച്ചിരിക്കുന്നത്? വൈജയന്തി ദേഷ്യത്തോട് ചോദിച്ചു. ബബിതക്ക് ഒട്ടും കൂസലില്ലാതെ, ഇത് കാണിക്കാൻ ടിക്കറ്റ് ഒന്നും വെച്ചിട്ടില്ലല്ലോ ഇവിടെ. ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. അവൾ തുറന്ന സ്വരത്തിൽ തന്നെ മറുപടി കൊടുത്തു. മര്യാദക്ക് സംസാരിച്ച് പഠിച്ചോടി ആദ്യം. എന്തു പറഞ്ഞാലും നിന്റെ ഒരു തർക്കുത്തരം. നീ എവിടെ നിന്ന് പഠിച്ചതാ ഇതൊക്കെ? വൈജയന്തിയുടെ ശബ്ദം ഉയർന്നു. ബബിത എഴുന്നേറ്റു നിന്നു. വേറെ എവിടെ നിന്ന് പഠിക്കാനാ? ഇവിടെ തന്നെ, ഈ വീട്ടിലാണല്ലോ അതിന് യൂണിവേഴ്സിറ്റി ഉള്ളത്. അമ്മയാണല്ലോ ഇവിടുത്തെ വൈസ് ചാൻസലർ. വൈജയന്തി പല്ലിറുമി. മതി പ്രസംഗിച്ചത്. എഴുന്നേറ്റ് വാ. കിച്ചണിൽ വന്ന് ഒന്ന് സഹായിക്കാൻ നോക്ക്. 3 പേരും വന്ന് ഉരുട്ടി വിഴുങ്ങുന്നല്ലേ? കൃത്യസമയത്തിന് തന്നെ ഞാൻ ഉരുട്ടാതെ വിഴുങ്ങിക്കോളാം. അതിന് കൃത്യസമയം വേണമെന്ന് എനിക്ക് യാതൊരുവിധ നിർബന്ധവുമില്ല. 5-10 മിനിറ്റൊക്കെ തെറ്റിയാലും ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. ബബിതയുടെ പരിഹാസം വൈജയന്തിയെ കൂടുതൽ അങ്ങ് ചൊടിപ്പിച്ചു. ബബിതേ, നിന്നോടാ പറഞ്ഞത് എഴുന്നേറ്റ് വരാനേ. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. 100 പണിയാ അവിടെ കിടക്കുന്നത്. എനിക്കിപ്പോൾ വയ്യ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും. ഓ അത് ശരി. പക്ഷേ ഞാൻ എഴുന്നേറ്റ് വന്നാലും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ചുമ്മാ കയ്യും കെട്ടി നോക്കി നിൽക്കത്തേ ഉള്ളൂ. അമ്മ പോയിട്ട് മറ്റുള്ളവരെ കൂടി വിളിക്ക്. വേറൊരുത്തി കൂടെ ഉണ്ടല്ലോ ഇവിടെ വീട്ടിലല്ലോ കൊച്ചമ്മ ചമഞ്ഞിരിക്കുന്നവൾ. ബബിത കൃഷ്ണയെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. വൈജയന്തിയുടെ നിസ്സഹായത ദേഷ്യമായി മാറി. അവളുടെ അടുത്ത് പോയിട്ട് നാക്കിട്ട് അലച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ശരിക്കും നടക്കാൻ പോലും കഴിയുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കേണ്ട സമയമായത്. ഞാൻ ഈ ജോലിയെല്ലാം തന്നെ ഇവിടെ ചെയ്തു കൂട്ടുന്നത് നീ കാണുന്നില്ലേ? കയ്യും കാലും ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടന്നിട്ട് വന്നവളെ ഒരു പരിഗണന എന്ന് പോലും എനിക്ക് നിങ്ങളാരും തരുന്നില്ലല്ലോ. ഇവിടെ ഒരെണ്ണത്തിനും എന്നോടൊരു ദയവുമില്ല. ഇത് കേട്ടപ്പോൾ ബബിതയുടെ മുഖം അങ്ങ് മാറി. ആര് പറഞ്ഞിട്ടാ? അമ്മ കാറും എടുത്തോണ്ട് ഒറ്റയ്ക്ക് ഇവിടെ നിന്നും പോയതല്ലേ? അന്ന് ചാടിപ്പോയി ഇറങ്ങിയതല്ലേ? അതും ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ. അതിൻ്റെ ഫലമല്ലേ കയ്യും കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത്. ഒരു ചൊല്ലുണ്ടല്ലോ, കോപം കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചാടിയ കോപമെന്ന്. മതി നിർത്തടി. വൈജയന്തി അലറി. നീയൊക്കെ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചല്ലോടി. പെറ്റ തളയാണെന്ന വിചാരം പോലും നിനക്കില്ലല്ലോടി. വിചാരം എന്നില്ലെങ്കിലും വേണ്ട. ഒരു അന്യ സ്ത്രീയോട് കാണിക്കുന്ന അത്ര മനുഷ്യത്വ പോലും നിനക്കൊക്കെ എന്നോടുണ്ടോടി? ബബിത കസേരയിൽ നിന്നും ഒന്നും കൂടി അങ്ങ് മുന്നോട്ടാഞ്ഞു. അതെ, ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അത് മാർക്കറ്റിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ കിട്ടുന്ന സാധനമല്ല. ഈ പറയുന്ന തന്തയും തള്ളയും ഒക്കെ ചേർന്ന് അവരുടെ മക്കളുടെ മനസ്സിൽ ഇങ്ങനെ കുഞ്ഞുനാൾ മുതലേ വിത്തുപാകി മുളപ്പിച്ച് വളർത്തിയെടുക്കേണ്ടി വരേണ്ട ഒരു സാധനമാണ് അത്. എന്നാലേ ആവശ്യം വരുമ്പോൾ അതിൽ നിന്നും വല്ലതും അങ്ങോട്ടേക്ക് പറിച്ചെടുത്ത് തരാൻ പറ്റത്തുള്ളൂ. വൈജയന്തിക്കത് കേട്ടപ്പോൾ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. മകളുടെ വാക്കുകൾക്ക് അവരുടെ മുഖത്തേറ്റ വല്ലാത്തൊരടിയായിരുന്നു അത്. ഓ ശരി, എന്നാലേ തിന്നാൻ പാകമാകുമ്പോൾ കൊച്ചമ്മമാർ എല്ലാവരും കൂടി അങ്ങോട്ട് ഊൺമുറിയിലേക്ക് അങ്ങോട്ടേക്ക് വന്നേക്കണം. ഞാൻ അമ്മക്ക് പുഴുങ്ങി അവിടെ അമ്മിക്കല്ല് പുഴുങ്ങിയിട്ട് അവിടെ അങ്ങ് വെച്ച് തന്നേക്കാം.
ഇത്രയും പറഞ്ഞ വൈജയന്തി ദേഷ്യത്തിൽ അവിടെ നിന്നങ്ങ് തിരിഞ്ഞു നടന്നു. വീടാകെ അലങ്കോലപ്പെട്ട് കിടക്കാണ്. ഇന്നലെ മുറ്റം തൂക്കാൻ പറഞ്ഞിട്ട് കൃഷ്ണമോൾ അതൊന്നും ചെയ്തില്ല. സ്റ്റഡി ലീവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ മുറിയിൽ കയറി വാതിലടച്ചു. വീടിൻ്റെ ഉൾവശം ഇന്നലെ മുതൽ തൂത്തു തുടച്ചിട്ടില്ല. മുഷിഞ്ഞു തുടങ്ങൾ കൂമ്പുകൂരാനമായി അവിടെ കിടക്കുന്നു. കഴിച്ച പാത്രങ്ങളാങ്കിൽ സിങ്കിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഇതുവരെ ഇങ്ങനെ വൃത്തിഹീനമായൊരു സാഹചര്യത്തിൽ വൈജയന്തി ജീവിച്ചിട്ടില്ല. മക്കളോട് 3 പേരോട് സഹായം ചോദിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ തോറ്റുകൊടുക്കാനൊന്നും അവൾ തയ്യാറല്ലായിരുന്നു. അടുത്ത ആഴ്ച മുതൽ ബാങ്കിൽ ജോലിക്ക് പോകണം. വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹാജർ കിട്ടിയില്ല എങ്കിൽ ഇനി ചിലപ്പോൾ ശമ്പളം കിട്ടില്ല. കാലിൻ്റെ വയ്യായിക വകവെക്കാതെ വൈജയന്തി അടുക്കളയിലേക്ക് നടന്നു. ഇതേ സമയം ഉച്ചയായപ്പോഴേക്കും വൈജയന്തി എങ്ങനെയൊക്കെയോ ചോറും കറിയും ഉണ്ടാക്കി. ഹോട്ടലിൽ നിന്നും മീൻകറി വാങ്ങിക്കാൻ രോഹിത്തിനെ വിട്ടു. എല്ലാവർക്കും ഊണ് വിളമ്പുന്നതിൽ ആരോടൊന്നില്ലാതെ വൈജയന്തി പറഞ്ഞു തുടങ്ങി. ഇന്നും കൂടി ഞാൻ ഇങ്ങനെയൊക്കെ തരും. നാളെ മുതൽ അവരവർക്ക് വേണമെങ്കിൽ അങ്ങ് വെച്ച് കഴിച്ചോളണം. രോഹിത്ത് ചോറ് ഇടുന്നതിനിടയിൽ മുഖമുയർത്തി ചോദിച്ചു. അതെന്താ അങ്ങനെ? എനിക്ക് വയ്യ, അത്ര തന്നെ. ഈ ഇലയെടുത്ത് മറച്ചു വെക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഒരൊറ്റ എണ്ണത്തിന് നാളെ മുതൽ അവരവരുടെ ഡ്രസ്സ് അവരവർ തന്നെ വാഷ് ചെയ്ത് അയൺ ചെയ്തേക്കണം. മറ്റു മുറിയിലും എല്ലാം തനി അങ്ങ് ക്ലീൻ ചെയ്തേക്കണം. ഈ അമ്മ എന്ന് പറയുന്ന സാധനം മക്കളുടെ വേലക്കാരിയല്ല. അതെല്ലാവരും മനസ്സിലാക്കിയ അത്രയും നല്ലത്. രോഹിത്ത് ഭക്ഷണം കഴിക്കുന്നതങ്ങ് നിർത്തി കൈ കഴുകാൻ എഴുന്നേറ്റു. അവൻ ഗൗരവത്തിൽ തന്നെ വൈജയന്തിയെ നോക്കി. നാണമില്ലേ അമ്മക്ക് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാന്? അമ്മ വന്നപ്പോൾ ഈ വീട്ടിലെ ജോലികളെല്ലാം ഞങ്ങൾ 3 പേര് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലേ? ആരാ അതൊക്കെ നിർത്തിയാക്കിയത്? മുറ്റമടിക്കുന്നതും വീട് തൂക്കുന്നതും പാത്രം കഴുകുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും എല്ലാം അമ്മ തന്നെയല്ലേ വിലക്കിയത്? വൈജയന്തി പതറാതെ മറുപടി പറഞ്ഞു. അത് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും കൂടി സമയം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. മാത്രവുമല്ല ഇവിടെ ഒരു ജോലിക്കാരിയുണ്ടല്ലോ എന്നും വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ബബിത ഇടവേളില്ലാതെ പറഞ്ഞു. മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കള്ളം പറയലേ അമ്മേ? അലീന ചേച്ചിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയായിരുന്നല്ലോ ഇതെല്ലാം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെല്ലാം ഞങ്ങൾക്ക് അപ്പോഴേ മനസ്സിലായതാ. പിന്നെ അമ്മയെ ശുശ്രൂഷിക്കാൻ നിന്ന ആ ഒരു ഹോം നേഴ്സ് ഓരോ ഐറ്റത്തിനും പ്രത്യേക പോയിന്റ് എടുത്തുകൊണ്ടാണ്, ഒരു പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടാണ് അമ്മ ഓരോ ജോലിയും ചെയ്യിപ്പിച്ചതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്തടി തെറ്റ്? ഒരിക്കലൊരു ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ചെയ്യേണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം? വൈജയന്തി ശബ്ദമുയർത്തി. അമ്മ ഞങ്ങളുടെ ടൈം ടേബിൾ മുഴുവൻ തകർത്തു. ഇവിടെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു, അത് അമ്മ വന്നു കയറിയപ്പോൾ തന്നെ അങ്ങ് നശിച്ചു. രോഹിത്തിൻ്റെ വാക്കുകളിൽ നിരാശയുണ്ടായിരുന്നു. സ്വന്തം അമ്മയെ കൂടാതെ ഒരു യൂണിറ്റും വീട്ടിൽ ആർക്കും തന്നെ വേണ്ട. ഒരു ദിവസം കൂടി ഞാൻ നോക്കും അവൾ വരുമോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ ഞാൻ വേറെ ജോലിക്കാരിയെ വെക്കും. നിന്റെ ഒരു സഹായമൊന്നും എനിക്ക് വേണ്ടടാ. വൈജയന്തി ഇന്നേ വരെ ഒരു കാര്യത്തിലും ആരുടെയും കാല് പിടിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഞാൻ പിടിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ വൈജയന്തി പെട്ടെന്ന് തന്നെ ആ ഒരു ജഗ്ഗിൽ നിന്നും ചൂടുവെള്ളം ഗ്ലാസ്സിലേക്ക് പകർത്തി. ബബിത വൈജയന്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് രോഹിത്തിനോട് ചോദിച്ചു. അലീന ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നോ എന്ന്? ഇന്നലെ വിളിച്ചില്ല, മിനിഞ്ഞാന്നൊന്ന് വിളിച്ചു. രോഹിത് മറുപടി നൽകി. രോഹിതേട്ടൻ എൻ്റെ ഫോണൊന്ന് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കണേ. അതിനെന്താ കുഴപ്പമുണ്ട്? ചിലപ്പോൾ മിസ് കോൾ പോലും കാണും, പക്ഷേ റിങ്ങൊന്നും ചെയ്യത്തില്ല. നിനക്ക് അലീന ചേച്ചിയെ വിളിക്കണമെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചൂടെ? ഇത് കേട്ടപ്പോൾ വൈജയന്തി വീണ്ടും അങ്ങ് പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും വേറെ ഒന്നും പറയാനില്ലേ? അവളുടെ പേരും ഈ വീട്ടിലിങ്ങനെ ഉച്ചരിക്കുന്നത് നിങ്ങളോട് എത്ര ദിവസമാണ് ഞാൻ പറഞ്ഞത്? ഇതേ സമയം അന്തരീക്ഷം വീണ്ടും അങ്ങ് ശാന്തമാവുന്നതിന് മുൻപേ തന്നെ വീട്ടിലെ ആ ഒരു ലാൻഡ് ഫോൺ അങ്ങ് ബെല്ലടിച്ചു. വൈജയന്തി പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ട് ഫോൺ എടുത്തു. കുറച്ച് നിമിഷങ്ങൾ അവർ തിരികെ വന്നു. ആരാ അമ്മയത്? കൃഷ്ണ ചോദിച്ചു. റോങ് നമ്പറായിരുന്നു. വൈജയന്തിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഫോൺ അടിച്ചു. ഇത്തവണ വൈജയന്തി തന്നെ പോയിട്ട് ഫോൺ എടുത്തു. റോങ് നമ്പറാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവർ ആ ഫോൺ അങ്ങ് വെച്ചു. തിരികെ ഊൺമേശയിലേക്ക് എത്തിയപ്പോൾ ഫോൺ വീണ്ടും അങ്ങ് ശബ്ദിച്ചു. എന്നാൽ ഇത്തവണ ബബിത കസേരയിൽ നിന്നും എഴുന്നേറ്റു. അമ്മ അവിടെ ഇരിക്ക്, ഞാൻ പോയി എടുത്തോളാം. വേണ്ട, വൈജയന്തി ധൃതിയിലങ്ങ് പറഞ്ഞു. അങ്ങനെ തിരിഞ്ഞു നടന്നു. ബബിതയും പുറകെ ചെന്നു. വൈജയന്തി ഫോണെടുത്ത് സംസാരിക്കുന്നെല്ലാം തന്നെ ബബിത ശ്രദ്ധിച്ചു. ഇല്ല, പുറത്തു പോയിരിക്കുക, അറിയില്ല, ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇത്രയും പറഞ്ഞു വൈജയന്തി വീണ്ടും ആ റിസീവർ അങ്ങ് വെക്കാണ്. ബബിത സംശയത്തോട് അമ്മയെ നോക്കി. അമ്മേ, ആരായിരുന്നു അത്? അത് ബാലേട്ടൻ്റെ ഒരു ഫ്രണ്ടാ. ബാലേട്ടൻ ഇല്ലേ എന്ന് ചോദിച്ചു. പുറത്തു പോയി എന്ന് പറഞ്ഞു. വൈജയന്തി മുഖം വെട്ടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞത് അമ്മ മാത്രമേ വീട്ടിലുള്ളൂ എന്നല്ലേ? അപ്പോൾ ഞങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഫ്രണ്ടായിരിക്കുമല്ലോ അത്. ഞങ്ങൾക്ക് കൂടി പരിചയമുള്ള ആളായിരിക്കില്ലേ? ബബിത വിടാൻ ഭാവമില്ലായിരുന്നു. നിനക്കെന്താ ബബിതേ? പോയിരുന്ന് ചോറ് ഞാൻ നോക്ക് നീ പെണ്ണേ. 1 മിനിറ്റ്. ബബിത വേഗം തന്നെ നടന്ന് ഫോണിൻ്റെ ആ ഒരു കോളർ ഐ ഡി നോക്കിയിട്ട് എന്നിട്ട് വൈജയന്തിയുടെ നേർക്ക് തിരിഞ്ഞു. അമ്മേ, അലീന ചേച്ചി ആയിരുന്നില്ലേ വിളിച്ചത്? വൈജയന്തിയുടെ മുഖത്ത് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ആണെങ്കിൽ തന്നെ എന്താ? അമ്മ എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? അമ്മ പറഞ്ഞല്ലോ റോങ് നമ്പറാണെന്ന്. ബബിതയുടെ ശബ്ദം ഉയർന്നു. വലിയൊരു വഴക്ക് വരാൻ പോവുകയാണെന്ന് രോഹിതിന് മനസ്സിലായി. അവൻ അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഞാൻ അങ്ങനെ പലതും പറയും. എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. വൈജയന്തിയുടെ സ്വരം കടുത്തു.
അല്ല, അലീന ചേച്ചി ആരെയാണ് അന്വേഷിച്ചത്? ബബിത വിട്ടുകൊടുത്തില്ല. നിന്നെ തന്നെ നടി. എനിക്ക് മനസ്സിലായിരുന്നു. ഫോൺ തരാൻ. എൻ്റെ ഫോണിൽ അങ്ങനെ ഒരുത്തിയും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് സൊല്ലൊന്നും വേണ്ട. ഞാനാ ഇതിനെല്ലാം തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ബബിതക്ക് ആകങ്ങ് കലിയിളകി. അമ്മയുടെ അല്ല, അച്ഛൻ്റെ ഫോണായത്. അവൾ ചെന്ന് റിസീവർ എടുത്ത് ഇൻകമിംഗ് കോൾ നമ്പർ അങ്ങനെ പ്രസ് ചെയ്യാൻ തുടങ്ങി. ബബിതെ, ഫോൺ അവിടെ വെക്ക്. വൈജയന്തി അലറി. ഇല്ല, വെക്കില്ല. തല വെട്ടിച്ചു കൊണ്ടുതരും. ബബിത വീണ്ടും ആ ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ തുടങ്ങി. വൈജയന്തി പാഞ്ഞു വന്ന് ഫോണിന്റെ ഹുക്കിലങ്ങ് വിലമർത്തിക്കൊണ്ട് തന്നെ ആ കോള് കട്ട് ചെയ്തു. എന്നിട്ട് റിസീവർ ബലമായി തന്നെ പിടിച്ചു വാങ്ങിച്ചു. വിളിക്കേണ്ട എന്ന് പറഞ്ഞാൽ വിളിക്കേണ്ട. നിങ്ങൾ ആരും അവൾക്ക് വിളിക്കണ്ട. ഞാൻ വിളിക്കും. അമ്മക്കെന്താ? ബബിത വീണ്ടും റിസീവർ അങ്ങ് കവർന്നെടുത്തു. ആ, അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണല്ലോ. ചെകിഴ്ത്തടിച്ചുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് പൊട്ടിക്കും. നിനക്ക് അത്രമാത്രം തന്നേടമുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ചു നോക്ക്. ബബിതയുടെ കണ്ണുകൾ അങ്ങ് കലങ്ങി. സങ്കടവും ദേഷ്യവും അടക്കാനാവാതെ അവൾ കയ്യിലിരുന്ന റിസീവർ നേരെ മേശപ്പുറത്തേക്ക് അങ്ങ് ആഞ്ഞടിച്ചു. അത് പൊട്ടിയില്ല എന്ന് കണ്ടപ്പോൾ തന്നെ അവൾ അങ്ങ് നിലത്തേക്കൊന്ന് ആഞ്ഞെറിഞ്ഞു. റിസീവർ 2-3 കഷ്ണമായി അങ്ങ് ചിതറിത്തെറിച്ചു. അടുത്ത നിമിഷം തന്നെ ഒരു ശബ്ദത്തോടു കൂടി തന്നെ വൈജയന്തിയുടെ കയ്യെ ബബിതയുടെ കവിളത്തങ്ങ് പതിച്ചു. ബബിത ആകെ പകതിച്ചു പോയി. പെട്ടെന്ന് തന്നെ എന്തോ ഭ്രാന്ത് പിടിച്ചവളെ പോലെ തന്നെ അവൾ ഫോണിന്റെ ടേബിളിൽ നിന്നും ആ ഒരു സെറ്റും കൂടി എടുത്തങ്ങ് നിലത്തേക്കിട്ടു. ആരെയും വിളിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കുന്തം ഇവിടെ വന്ന് വെച്ചിരിക്കുന്നത്? വേണ്ട, ഇനി ഈ വീട്ടിൽ ഈ സാധനം ആർക്കും ആവശ്യമില്ല. ഇത്രയും പറഞ്ഞ് അവൾ ആ ടേബിൾ സെറ്റ് എടുത്തിട്ട് നേരെ ഭിത്തിയിലേക്ക് അങ്ങ് ആഞ്ഞടിച്ചു. ടെലിഫോൺ പല കഷ്ണങ്ങളുമായിട്ട് അങ്ങ് പൊട്ടിത്തെറിച്ചു. എന്നിട്ടും കലിയടങ്ങാവാതെ അവൾ ആ ഒരു പൊട്ടിയ കഷ്ണങ്ങളൊക്കെ പെറുക്കി വീണ്ടും അങ്ങ് തലങ്ങും വിലങ്ങും എറിഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ കിതച്ചു കൊണ്ട് തന്നെ അവൾ വൈജയന്തിന്റെ മുന്നിലേക്ക് അങ്ങ് ചെന്ന് നിന്നു. അടിക്ക്. എന്താ അടിക്കാത്തത്? അടിക്കാനല്ലേ പറഞ്ഞത്? കൃത്യസമയത്ത് തന്നെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ബാലചന്ദ്രൻ. അച്ഛൻ വന്നു എന്ന് രോഹിത്തിന് മനസ്സിലായി. അവൻ വേഗം തന്നെ ബബിതയുടെ അടുത്തേക്ക് ചെന്നു. പുറകെ കൃഷ്ണമോളും എത്തി. രോഹിത് അവളുടെ തോളിൽ ഇങ്ങനെ കൈപിടിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട രോഹിത്തെ. ബബിത അവന്റെ കൈ തട്ടി മാറ്റി കുതറിക്കൊണ്ട്. അവളെ ചുണ്ടുകളും താടിയൊക്കെ എല്ലാം തന്നെ വിറക്കുന്നില്ലായിരുന്നു. ബാലചന്ദ്രമേനോൻ അകത്തേക്ക് കയറി വന്നു. മുറിയിലെ ഈ ഒരു രംഗം കണ്ട് അയാളൊന്ന് പകച്ചു നിന്നു. എന്താ രോഹിത്തെ ഇത്? അയാളെ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ലച്ചാ. രോഹിത് പറഞ്ഞു തീരുന്നതിനു മുൻപേ തന്നെ വൈജയന്തി ഇടപെട്ടു. കണ്ടില്ലേ മോളുടെ പേക്കൂത്ത്? ഫോൺ അടിച്ച് തകർത്തിരിക്കുകയാണ് നിങ്ങളുടെ മോള്. അവൾക്കൊരു കോള് വന്നു. ആ കൊടുക്കാത്തതിനാ. വൈജയന്തി നിലത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അലീന ചേച്ചി വിളിച്ചതായിരുന്നു വെച്ചാ. അലീന ചേച്ചി വിളിച്ചപ്പോൾ അമ്മ ഫോൺ കൊടുത്തുന്നില്ല, അതുകൊണ്ടാ. രോഹിത് പറഞ്ഞു. അതുകൊണ്ട് ഫോൺ തള്ളി പൊട്ടിക്കണമായിരുന്നോ? വൈജയന്തി രോഹിത്തിനോട് കയർത്തു. എന്നിട്ട് ബാലേന്ദ്രന്റെ മേനോന്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെയൊക്കെയാണോ ഈ വീട്ടിൽ? എനിക്കത് അറിയണം. എൻ്റെ മക്കളെ ശിക്ഷിക്കാനും ശാസിക്കാനും അധികാരം എനിക്കുണ്ടോ ഇല്ലയോ എന്ന് ബാലേട്ടൻ തന്നെ പറ. ഈ ഫോൺ തല്ലിപ്പൊട്ടിച്ചവൾ നാളെ എൻ്റെ തല തല്ലിപ്പൊട്ടിക്കാനും മടിക്കില്ലല്ലോ. ബാലചന്ദ്രൻ ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. എന്നിട്ട് ബബിതയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്തൊക്കെയാണ് ഇതൊക്കെ? നീയാണോ ഈ ഫോണൊക്കെ തല്ലിപ്പൊട്ടിച്ചത്? അതെ അച്ഛാ, ഞാൻ തന്നെയാണ്. ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി ഞാനങ്ങ് തല്ലിപ്പൊട്ടിച്ചേനെ. അവളുടെ കണ്ണിൽ നിന്നും തീ പാറി. നീ പൊട്ടിക്കോടി. ബാലേന്ദ്രന് ദേഷ്യം വന്നു. അയാൾ അവളുടെ അടുത്തേക്ക് നീങ്ങിയതും രോഹിത് അങ്ങ് പുറകെ നിന്നു. അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ഇതൊക്കെ ഞങ്ങൾ തീർത്തോളാം. അതുപോലെയല്ലോ. എനിക്കറിയണ്ടേ? അറിയണമെങ്കിൽ അച്ഛനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് തുടങ്ങണം. മാറി നിൽക്ക്. അങ്ങനെ മാറി നിന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങളൊക്കെ പോയിക്കോളാം. രോഹിത് ബബിതയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വലിച്ചു. അവൾ ആദ്യമൊന്ന് വിസമ്മതിച്ചുവെങ്കിലും രോഹിത് ബലം പ്രയോഗിച്ച് അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിലെത്തിയപ്പോൾ അവൻ അവളെ കട്ടിലിങ്ങ് പിടിച്ചിരുത്തി. റിലാക്സ്. നീ ഇവിടെ ഇത്തിരി നേരം ഇരിക്ക്. ഇവിടെ കിടക്ക് നീ. അവൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് കിടക്കയിലേക്ക് കിടത്തി. ബബിത കിതപ്പോടുകൂടി തന്നെ ചെരിഞ്ഞു കിടന്നു. ഇങ്ങനെയുള്ള പൊട്ടിത്തെറികൾക്ക് ശേഷം അവൾ ശാരീരികമായും മാനസികമായും വല്ലാതെ തളർന്നു പോകുമെന്ന് അലീന രോഹിത്തിന് നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ അവളോട് എങ്ങനെ പെരുമാറണമെന്നും അലീന അവനെ പഠിപ്പിച്ചിരുന്നു. രോഹിത് അവളുടെ തലയിലും നെറ്റിയിലൊക്കെ മൃദുവായൊന്ന് തലോടി. ക്രമേണ അവളുടെ കിതപ്പങ്ങ് അണഞ്ഞു തുടങ്ങി. നിനക്ക് അലീന ചേച്ചിയോട് സംസാരിക്കണോ? ഞാൻ വിളിച്ചു തരാം, അവൻ ചോദിച്ചു. വേണ്ട രോഹിതേട്ടാ. അവൾ കണ്ണടച്ചു. ഏയ്, അല്ലെങ്കിൽ നീ തന്നെ വിളിച്ചോ. ഇതാ ഫോണ്. അവൻ പോക്കറ്റിൽ നിന്നും ആ ഒരു ഫോൺ എടുത്തുകൊണ്ട് നീട്ടി. വേണ്ട എന്ന് പറഞ്ഞ് അവൾ കൈ തട്ടി മാറ്റി. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. രോഹിത് എഴുന്നേറ്റ് പോയി. അങ്ങനെ ഒരു മഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവളുടെ വലത് കൈ അതിൽ മുക്കി കഴുകി തുടച്ചു കൊടുത്തു. മഗ്ഗുമായി അവൻ തിരികെ പോകുമ്പോൾ അവൻ അറിയാമായിരുന്നു ഈ ദിവസം മുഴുവൻ അവൾ ആ വലിയ സങ്കടത്തിൽ തന്നെയായിരുന്നു എന്ന്. വൈകുന്നേരം 4 മണിയായതോടുകൂടെ മനുശങ്കർ കടപ്പാട്ടൂർ വീട്ടിലേക്കെത്തി. അവന്റെ വരവ് അന്തരീക്ഷത്തിൽ ഒരല്പം ആശ്വാസം നൽകി. എല്ലാവരുടെയും അടുത്ത് ചെന്ന് കുശലാന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം അവൻ വൈജയന്തിയുടെ അടുത്തേക്ക് ചെന്നു. ഈ വീടിന് എന്തു പറ്റി ആൻറ്റി? ഇത്രയും വൃത്തികേടായിട്ട് ഈ വീട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, മനു ചോദിച്ചു. അത് പിന്നെ ഇവിടെ ജോലിക്കാരിയില്ല. ഹോം നേഴ്സ് വീട്ടിൽ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടുമില്ല, വൈജയന്തിയുടെ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു.
അല്പം മുമ്പ് വന്നപ്പോഴൊക്കെ എന്തൊരു നീറ്റായിരുന്നു ഇവിടേക്ക്. വേണ്ടാത്ത ഒരു സാധനം ഒരിടത്തും കാണാറില്ലായിരുന്നു. നല്ല പ്രകാശമുള്ളൊരു വീട്ടിലേക്ക് നടന്നു വരുന്നത് പോലെയായിരുന്നു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. മനുശങ്കർ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ വൈജയന്തി അർത്ഥം വെച്ചുകൊണ്ട് തന്നെ മറുപടി നൽകി. ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചമങ്ങ് പോയില്ലേ? അവൾ ഇവിടെ എല്ലാവർക്കും പ്രകാശമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ആൻറ്റി കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആൻറ്റി പറഞ്ഞത് സത്യമാ. അലീന ഉള്ളപ്പോൾ അതൊരു പ്രകാശം തന്നെയായിരുന്നു. ആൻറ്റി അത് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ടാ ഈ ഇരുട്ടൊക്കെ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഇരുട്ട് ഈ വീട്ടിലല്ല മനു, നിന്റെ വീട്ടിലല്ലല്ലോ. അത് ഞങ്ങളങ്ങ് സഹിച്ചോളാം, വൈജയന്തി പരിഹസിച്ചു. ഓക്കെ ആൻറ്റി, വഴക്കിനേതായാലും ഞാനില്ല. മനു ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മനു നേരെ പോയത് രോഹിത്തിൻ്റെ അടുത്തേക്കാണ്. നീ അലീനയെ വിളിക്കാറുണ്ടോ? മനു ചോദിച്ചു. ആ, മിക്ക ദിവസവും വിളിക്കാറുണ്ടെന്ന് രോഹിത് മറുപടി പറഞ്ഞു. അവൾക്ക് അവിടെ സുഖമാണോ? രോഹിത് മനുവിനെ ഒന്ന് പാളി നോക്കി. ഓഹോ, മനുവേട്ടൻ്റെ ചോദ്യം കേട്ട ഒന്നും അറിയാത്തതുപോലെയാണല്ലോ. എടാ, നീ വിചാരിക്കുന്നത് പോലെ അവൾ എന്നെ പതിവായിട്ടൊന്നും വിളിക്കാറില്ല. വല്ലപ്പോഴും 1-2 മിനിറ്റ്, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മനുവേട്ടനെ അങ്ങോട്ട് വിളിച്ചൂടെ? എന്തോ നമ്മൾ ആണുങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചുകൂടാ. വിളിച്ചാൽ നമുക്കൊരു വിലയുണ്ടാവോ? മനു ചിരിക്കാൻ ശ്രമിച്ചു. രോഹിത് ഗൗരവത്തിൽ ചോദിച്ചു. മനുവേട്ടൻ അറിയാമോ അലീന ചേച്ചി ശരിക്കും എവിടെയാണെന്ന്? മനുശങ്കർ പെട്ടെന്നൊന്ന് ഞെട്ടി. അപകടമണത്ത് അവൻ പറഞ്ഞു. കുളത്തുപുഴയിലാണെന്നറിയാം. എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതേക്കുറിച്ച് എനിക്കൊരു പിടിയുമില്ല. ഇതുവരെ അത് ചോദിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്ററാണോ എന്നൊക്കെ, റബ്ബർ കമ്പനിയാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. നമുക്കറിയാലോ അലീന ചേച്ചിക്ക് കള്ളം പറയാൻ അറിഞ്ഞൂടാ എന്ന്. രോഹിത്തിൻ്റെ വാക്കുകൾ സംശയത്തിൻ്റെ നിഴലുണ്ടായിരുന്നു. ഹാ, എനിക്ക് തോന്നി അവൾ പറഞ്ഞത് കള്ളമാണെന്ന്. നിനക്ക് അങ്കിളിനോട് ചോദിച്ചുകൂടായിരുന്നോ? മനു വിഷയം മാറ്റാൻ ശ്രമിച്ചു. ചോദിക്കണം, മനുവേട്ടനോട് ചോദിക്കാമെന്ന് കരുതിയതായിരുന്നു. എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് മനുവേട്ട. അലീന ചേച്ചി എന്തിനാ ജോലി ചെയ്യുന്ന ആ ഒരു അഡ്രസ്സ് മാറ്റിവെക്കുന്നത്? അതെന്തിനാ മറച്ചു വെക്കുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അച്ഛനും അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അലീന ചേച്ചി എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിൽ മറ്റാരും മുഖം കാണിക്കാതെ ആ ഒരു പ്രകൃതക്കാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. എടാ, അതൊരു പക്ഷേ അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലോ, ആരും അങ്ങോട്ടേക്ക് ചെന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ? മനു ന്യായീകരിക്കാൻ നോക്കി. ഓ, VIP ഒന്നുമല്ലല്ലോ മനുവേട്ടാ. ബ്ലാക്ക് ക്യാറ്റിൻ്റെ കാവലിൽ കഴിയാൻ വേണ്ടിയിട്ട്. അലീന ചേച്ചി ഇവിടെ താമസിച്ചപ്പോൾ സംഭവിക്കുമായിരുന്നതിൻ്റെ 10-1 അപകടം പോലും മറ്റൊരു സ്ഥലത്തും ഉണ്ടാവാനും പോകുന്നില്ല. അവിടെ പോയി അങ്ങോട്ടേക്കാരും ഉപദ്രവിക്കില്ല. ഒളിവിൽ കഴിയേണ്ട യാതൊരുവിധ ആവശ്യം അലീന ചേച്ചിക്കില്ല. രോഹിത്തിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ മനുശങ്കറിന് മറുപടിയൊന്നുമില്ലായിരുന്നു. രോഹിത്ത് ബുദ്ധിമാനാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അവനെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഹാ, നീ സമാധാനപ്പെട്. നമുക്കേതായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അതൊക്കെ പോട്ടെ, ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ പറ. ബബിതയ്ക്ക് എന്താ പ്രശ്നം? അവൾ എന്നെ കണ്ടിട്ട് ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. മനു വിഷയം മാറ്റി. രോഹിത് അമ്മയും ബബിതയും തമ്മിലുള്ള ആ ഒരു വഴക്കുണ്ടെങ്കിൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതിനെ പറ്റിയിട്ടൊക്കെ മനുശങ്കറിനോട് വിശദമായി പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനു നേരെ പോയത് ബബിതയുടെ മുറിയിലേക്കാണ്. അവൾ ചുമരിലേക്ക് ഇങ്ങനെ കാലുകളൊക്കെ നീട്ടിക്കിടക്കുമായിരുന്നു. വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുഖത്ത് വല്ലാത്തൊരു ശൂന്യത. നിന്റെ ഫോണിന് എന്തു പറ്റിയടി? മനു അവളുടെ അടുത്തേക്ക് വന്നിരുകൊണ്ട് ചോദിച്ചു. അറിയില്ല, അത് വർക്ക് ചെയ്യുന്നില്ല. ഇൻകമിംഗ് കോളൊന്നും അതിൽ കിട്ടുന്നില്ല. ബബിത യാന്ത്രികമായി മറുപടി പറഞ്ഞു. ഞാനിപ്പോൾ വന്നത് എന്തിനാ നിനക്കറിയാമോ? ഇല്ല, അലീന പറഞ്ഞിട്ടാ ഞാൻ വന്നത്. പെട്ടെന്ന് തന്നെ ബബിതയുടെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. അതിന് ഞാൻ എന്ത് വേണം? അവൾ ചോദിച്ചു. നിന്നെ വന്ന് കാണണമെന്ന് അവൾ എന്നെ നിർബന്ധിച്ചു. എന്നിട്ട് അങ്ങനെ ചോദിച്ചാലൊന്നും എനിക്കറിയില്ല. നിന്റെ അടുത്ത് വരണം, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കണമെന്നൊക്കെ പറഞ്ഞു. മറ്റാരെ പറ്റിയിട്ട് അവൾ ഒന്നും പറഞ്ഞില്ല. ബബിതക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓ, ഞാനാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരിയല്ലേ? അവൾ മുഖം വെട്ടിച്ചു. എടി, അതൊക്കെ നിന്റെ തോന്നലാ. നിനക്ക് മറ്റുള്ളവരെക്കാൾ സ്നേഹവും കരുതലും ആവശ്യമുണ്ടെന്ന് അവളാ പറഞ്ഞത്. നിന്റെ കാര്യത്തിൽ അവൾക്കൊരു സ്പെഷ്യൽ കൺസെഷൻ ഉണ്ടെന്നർത്ഥം. എനിക്കറിയാം മനുവേട്ട, എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മനുവേട്ട ചുമ്മാ പറയുന്നതാണെന്ന്. ബബിത വിശ്വസിച്ചില്ല. മനുശങ്കർ ഉടനെ തന്നെ തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഒരു നമ്പർ അങ്ങ് പ്രസ് ചെയ്തു. എന്നിട്ട് അത് ബബിതയുടെ നേരെ നീട്ടി. നീ തന്നെ ചോദിക്ക്, ഞാൻ പറഞ്ഞത് കള്ളമാണോ എന്ന്. എനിക്ക് വേണ്ട ആരുടെയും ഫോണ്. അവൾ തിരിഞ്ഞു നിന്നു. എടി, റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്ക്. വേണ്ടെന്നല്ലേ പറഞ്ഞത് മനുവേട്ട? മനുശങ്കർ ഫോൺ കാതോട് ചേർത്ത് വെച്ചു. റിങ് ചെയ്ത് തീർന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അപ്പുറത്ത് അലീനയുടെ ശബ്ദം കേട്ടു. ഹലോ മനുവേട്ട. ആ അലീന, ഞാനിപ്പോൾ കടപ്പാട്ടൂരാ. ഞാനൊരാൾക്ക് ഫോൺ കൊടുക്കാം, മനു പറഞ്ഞു. ബബിതയോടാണോ? അലീനയുടെ ചോദ്യം കേട്ടു മനുശങ്കർ ഞെട്ടി. ആ, നിനക്കെങ്ങനെ മനസ്സിലായി? അവളാണെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യരോട് പിണങ്ങിയിരിക്കുകയാണ്. മനു ചിരിച്ചോണ്ട് പറഞ്ഞു. ഞാൻ ഹോൾഡ് ചെയ്യാം മനുവേട്ട, അലീന പറഞ്ഞു. മനുശങ്കർ വേണ്ട എന്ന അർത്ഥത്തിൽ തല തിരിച്ചു. എന്നിട്ട് ബബിതയോട് പറയുന്നുണ്ട്. ദാ ഇത് പിടിക്ക്, ചുമ്മാ കെഞ്ചാതെ. വയസ്സ് 18ആയി, ഇപ്പോഴും കുട്ടികളേറ്റ് നടക്കുക. ബബിത മടിയോടെയാണെങ്കിലും ആ ഫോൺ വാങ്ങി. ഗൗരവത്തിൽ തന്നെ അവൾ പറഞ്ഞു. ഹലോ.
അവൾ ചേർത്ത് പിടിക്കുന്നത് പോലെ സ്നേഹം നിറഞ്ഞൊരു വിളി. അത് കേട്ടപ്പോൾ ബബിതയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വലിയൊരു ആശ്വാസം അവളേക്ക് ഇരിച്ചു കയറി. ഫോണുമായി അവൾ കട്ടിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. അത് കണ്ട് മനുശങ്കർ പറഞ്ഞു, അവിടെ ഇരുന്ന് സംസാരിച്ചോടി, ഞാൻ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത്രയും പറഞ്ഞു മനു അവിടെ നിന്നും പോയി. അവൾക്ക് ആ ഒരു സ്വകാര്യം നൽകിക്കൊണ്ട് തന്നെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഫോണിലൂടെ അലീനയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കെ ബബിതയുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം തന്നെ പതിയങ്ങും അലിഞ്ഞില്ലാതാവാൻ തുടങ്ങിയിരുന്നു. അകലെ എവിടെയോ ഇരുന്ന് അലീന തൻ്റെ ആ ഒരു കുഞ്ഞഞ്ചെത്തിയ സ്നേഹം കൊണ്ട് വീണ്ടും ചേർത്ത് പിടിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു വലിയ വീടിൻ്റെ ശൂന്യതയിൽ അലീനയുടെ വാക്കുകൾ ഒരു സാന്ത്വനമായി തന്നെ പെയ്തിറങ്ങി. അലീന വീട്ടിൽ നിന്നും പോയതിനു ശേഷം കടപ്പാട്ടൂർ വീട്ടിലെ ആകെ തകർന്ന് തരിപ്പണമായൊരവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ അലീന സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് അവിടെ ആ ഒരു ജോലിക്കാരെയും സ്റ്റാൻലി അടക്കം അലീന ഇങ്ങനെ മെരുക്കിയെടുക്കുന്ന അടിപൊളി രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.